മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. ആസിയ ബീബി റളിയല്ലാഹു തആല ആരുടെ ഭാര്യ? സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യ. സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യയായ ആസിയാനെ കണ്ടുപഠിക്കാനാ അല്ലാഹു പറയണേ. ആസിയ ആരാ? ഫിർഔനിന്റെ ഭാര്യ. ആരുടെ വഅലാകട്ടെ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബിയുടെ ഒറ്റ പ്രസംഗം, മൂസാ നബിയുടെ ഒരേ ഒരു പ്രഭാഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞു ഫിർഔനിന്റെ മുമ്പിൽ പോയിട്ട് ദഅവത്ത് ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്. തന്റെ കൂടപ്പറപ്പായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് ഫിർഔനിന്റെ കൊട്ടാരത്തിൽ പോയി നിന്ന് വഅല് പറഞ്ഞു. വഅലെന്ന് പറഞ്ഞാൽ പിരിക്കാനുള്ളതല്ലടോ, കളിയാക്കാനുള്ളതല്ല. അതിന്റെ മഹത്വം നമ്മൾ പഠിക്കണം. അതിന്റെ മഹത്വം മക്കളെ നിങ്ങൾ ട്രോളുന്നത് പോലെ ട്രോളാനുള്ളതല്ല വഅല്. ആ വഅലിന്റെ മഹത്വം അറിയണമെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കയറി നിന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഫിർഔനിനോട് പറഞ്ഞു കൊടുത്തു. ഓൻ നന്നായില്ല. പക്ഷെ ആ പ്രഭാഷണം കേട്ട് വേറെ രണ്ടുപേര് നന്നായി. ഫിർഔൻ നന്നാകുന്നതിന് വേണ്ടി ആ വഅല് പറഞ്ഞേ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, സാക്ഷാൽ ഫിർഔൻ ആ വഅല് കേട്ട് നന്നായില്ല. എന്നാൽ ആ വഅല് കേട്ട് നന്നായതാരെന്നറിയുമോ? ആ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ, ആ കൊട്ടാരത്തിലെ രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. ആ കൊട്ടാരത്തിലെ വേലക്കാരിയായ മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ. ഈ രണ്ട് പെണ്ണുങ്ങളാണ് ആ വഅല് കേട്ടിട്ട് നന്നായത്. പടച്ചവനെ, മാതാ മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ ആരാണെന്ന് പഠിക്കണേ പെങ്ങള്. എല്ലാ സിനിമാ നടിമാരെയും സീരിയൽ നടിമാരെയും നിനക്കറിയുമല്ലോ. എന്നാ പെങ്ങളെ, ആരാണ് മാസിത എന്നറിയുമോ? ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ്. പടച്ചവരെ, മൂസാ നബിയുടെ പ്രഭാഷണം കേട്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ, അതാ മാസിത തന്റെ ഭർത്താവിനെ ദഅവത്ത് നടത്തി മുസ്ലിമാക്കുകയാണ്. തന്റെ മക്കളെ മുസ്ലിമാക്കുകയാണ്. പടച്ചവനെ, അതാ ആരും അറിയാതെ രഹസ്യമായി ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ആസിയായും മാസിതായും രണ്ടുപേരും മുസ്ലിമായി ജീവിക്കുകയാണ്. പടച്ചവനെ, ഒരു ദിവസം മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ ഫിർഔനിന്റെ മകളുടെ മുടി ചീകാൻ ഒരു ചീപ്പെടുക്കുകയാണ്. ആ ചീപ്പങ്ങ് കയ്യിൽ നിന്ന് താഴെ വീഴുമ്പോ മാസിത പറഞ്ഞു, അല്ലാ അല്ലാ. ഫിർഔനിന്റെ മകള് ചോദിക്കുന്നു, മാസിത, അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ മാസിത? അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ മാസിത? മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ സാക്ഷാൽ ഫിർഔനിന്റെ മകൾക്ക് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ഈ ലോകത്തിന്റെ അധിപനാണ് റബ്ബ്, ഈ ലോകത്തിന്റെ അധിപനാണ് അല്ലാഹ്. നമ്മളെ മുഴുവനും പടച്ചത് അല്ലാഹുവാണ്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ഫിർഔനിന്റെ മകള് ചോദിക്കുകയാണ്, എന്റെ വാപ്പയല്ലേ റബ്ബ്? എന്റെ വാപ്പയല്ലേ റബ്ബ്? എന്റെ വാപ്പയല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? ഫിർഔനിന്റെ പൊന്നാര മകളോട് മാസിത പറഞ്ഞു കൊടുക്കുകയാ, നിന്റെ വാപ്പ റബ്ബൊന്നുമല്ല. നിന്റെ വാപ്പ കേവലം അടിമയാണ്. നിന്റെ വാപ്പ കേവലം അടിമയാണ്. ആ അടിമയെ പടച്ചവനാണ് അല്ലാഹ്. പടച്ചവനെ, മൂസാ നബി ഇവിടെ വന്ന് നിന്ന് ദഅവത്ത് നടത്തിയ ആ റബ്ബിന്റെ പേരാണ് അല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് മാസിത ബീബി ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പൊന്നുമോൾ എഴുന്നേറ്റ് ഓടുകയാണ്. രാജസിംഹാസനത്തിലിരിക്കുന്ന ഫിർഔൻ എന്ന് പറയുന്ന ഞാനാണ് റബ്ബെന്ന് പറഞ്ഞു ജീവിക്കുന്ന ഫിർഔനിന്റെ മുമ്പിൽ ചെന്നിട്ട് ചോദിക്കുന്നു, വാപ്പാ, നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? നിങ്ങൾ അടിമയാണോ? നിങ്ങൾ അടിമയാണോ? ഫിർഔനിന്റെ മുഖമങ്ങ് വല്ലാതെ ചുമക്കുകയാണ്. ആരാണ് മോളെ നിന്നോട് പറഞ്ഞത് ഞാനല്ലാതെ ഒരു റബ്ബുണ്ടെന്ന്, ഞാൻ അടിമയാണെന്ന്? പടച്ചവനെ, ഫിർഔനിന്റെ പൊന്നാര മകള് പറയുന്നു, മാസിത പറയുകയാ, നിങ്ങൾ അടിമയാണെന്ന്. നിങ്ങളെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. പടച്ചവനെ, ഫിർഔനിന് നാണക്കേടായടോ. മാസിതയെ പിടിച്ചു കെട്ടി കൊണ്ടുവരികയാണ്. മാസിത ബീബി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ചു കെട്ടി കൊണ്ടുവരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മാസിത, ഞാനല്ലാതെ വേറൊരു റബ്ബുണ്ടെന്ന് നീ പറഞ്ഞോ മാസിത? മാസിത പറഞ്ഞു, നിന്നെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. ഞാൻ ആ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്. മൂസാ നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്.
നിൽക്കുകയാണ്. പടച്ചവനെ, വല്ലാത്ത പ്രശ്നമായടോ. അവസാനം ഒരു തീരുമാനമെടുക്കുകയാണ്. ഇനി ഒരാളും മതം മാറാൻ പാടില്ല. മാസിത്ത പറയുന്നു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. അവസാനം എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു, ഇനി ഒരാളും മതം മാറരുത്. ഏറ്റവും വലിയ ശിക്ഷ വേണം കൊടുക്കാൻ. അതിനെന്തു ചെയ്തെന്നറിയുമോ? മാസിത്ത ബീവി റളിയല്ലാഹു തആല അൻഹയെ തിളച്ചുമറിയുന്ന ഒരു എണ്ണച്ചട്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാ. തിളച്ചുമറിയുന്ന ഒരു എണ്ണച്ചട്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് ചോദിക്കുന്നു, മാസിത്ത, മാറ്റമുണ്ടോ? കൊന്നാലും ഞാൻ മതം മാറൂല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ടുവന്ന് തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ തലകീഴായി കെട്ടി നിർത്തുകയാണ്. ചോദിച്ചു, മാസിത്ത, മാറ്റമുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ ഇതിനകത്തിട്ട് ഞങ്ങൾ കൊന്നുകളയും മാസിത്ത. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മാസിത്ത ബീവി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ യാത്രയാക്കുക. കണ്ണിന്റെ മുമ്പിൽ കിടന്ന് ഷഹീദായടോ. അതാ മൂത്ത മകളെ കൊണ്ടുവന്നു, ഒന്നാമത്തെ പൊന്നുമോളെ കൊണ്ടുവന്നു. ഭർത്താവിനെ വെറുതെ കൊന്നുകളഞ്ഞു, ഇനി മകളെയും കൊന്നുകളയണോ? മാസിത്ത പതറിയില്ല. തന്റെ പൊന്നാര മകളെയും അവര് കൊല്ലുകയാണ്. അടുത്ത കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു, മാസിത്ത, മാറ്റമുണ്ടോ? പതറിയില്ല, പരാജയപ്പെട്ടില്ല. ഭർത്താവ് മരിച്ചു, 2 മക്കളും മരിച്ചു. മൂന്നാമത് മാസിത്തയുടെ മാറിടത്തിലേക്ക് ചേർന്നിരിക്കുന്ന തന്റെ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് ആ പൊന്നാര മകനെ പിടിക്കാൻ വരികയാണ്. മാസിത്തയുടെ കയ്യിലിരിക്കുന്ന പൊന്നുമോന് താ മാസിത്ത എന്ന് പറഞ്ഞു പിടിച്ചുപെടുക്കാൻ വരുമ്പോ മാസിത്തയൊന്ന് പതറുകയാ. മാസിത്തയൊന്ന് പതറുകയാ. തന്റെ പൊന്നാര മകനെ കൊടുക്കാൻ മനസ്സു വരുന്നില്ല. കാരണം 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ചിട്ട് തന്റെ പൊന്നാര മകനെ കണ്ട് കൊതി തീർന്നിട്ടില്ല. തന്റെ പൊന്നാര മകനെ കൊടുക്കാതെ മാസിത്ത ബീവിയുടെ കണ്ണൊന്നു നിറയുമ്പോ, മോനെ, ഏതെങ്കിലും ഒരു സിനിമയുടെ കഥയല്ലടാ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും മാസിത്ത ബീവിയുടെ ചരിത്രം വായിക്കാമല്ലോ. തന്റെ പൊന്നാര മകനെ പിടിച്ചു പറിക്കാൻ നോക്കുമ്പോ മാസിത്ത കരയുകയാണ്. തന്റെ കണ്ണൊന്നു നനയുകയാണ്. എല്ലാവരും വിചാരിച്ചു മാസിത്ത തോറ്റുപോയെന്ന്. കളിയാക്കുകയാ, എല്ലാവരും പരിഹസിക്കുകയാ. ഭർത്താവിനെയും 2 മക്കളെയും വെറുതെ കൊന്നുകളഞ്ഞല്ലോ. ഇവള് പേടിച്ചു പോയി, ഇവള് മതം മാറിയെന്ന് കരുതിയിട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുമ്പോ ആ പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുന്ന പ്രായമായില്ല. പക്ഷേ തന്റെ ഉമ്മയെ കളിയാക്കി ചിരിക്കുന്നത് കണ്ടപ്പോ ആ പൊന്നുമോന് വിളിക്കുന്നു, യാ ഉമ്മ, ലാ തഖഫ് വലാ തഹ്സൻ. എന്തിനാ ഉമ്മ പേടിക്കുന്നത്? എന്തിനാ ഉമ്മ സങ്കടപ്പെടുന്നത്? കൊടുക്കുമ്മ, നമ്മൾ സ്വർഗത്തിലല്ലേ. ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞവിടെന്ന് വിളിച്ചു പറയുകയാ. ആ കുഞ്ഞിനെയും ആ എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ്. അവസാനം മാസിത്തയും കൊന്നുകളഞ്ഞു. എന്നിട്ട് സന്തോഷത്തോടെ ഫിറഔന് കൊട്ടാരത്തിന്റെ മണിയറയിലേക്ക് കേറി ചെല്ലുമ്പോ ആസിയാ ബീബി റളിയല്ലാഹു തആല അൻഹാ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഫിറഔന് ചോദിച്ചു, ആസിയാ, ഇഷ്ടമായോ ആസിയാ? ഇഷ്ടമായോ ആസിയാ? ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ ഒരു പെണ്ണിനും അവളുടെ കുടുംബത്തിനും ഞാൻ കൊടുത്ത ശിക്ഷ നിനക്ക് ഇഷ്ടമായോ? പടച്ചവനെ, ആസിയാ ബീവിയുടെ മറുപടി എന്തെന്നറിയുമോ? ആരുടെയോടാണ് സംസാരിക്കുന്നതെന്നറിയുമോ? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിറഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിൽ വിശ്വസിച്ച ആസിയ എന്ന് പറയുന്ന പെണ്ണ് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ആസിയ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ അടിമയല്ലേ? നിങ്ങൾ അടിമയല്ലേ? നിങ്ങളെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. റബ്ബി മൂസ വഹാറൂൻ. ഞാനും അവരുടെ കൂടെയാണ്.
ഞാനും അവരുടെ കൂടെയാണ്. ഇതാണോ ധൈര്യമെന്ന് പറയുന്നത്? ഇതാൾബലമുണ്ടായിട്ട് പറഞ്ഞതല്ല, ഇതാൾബലമുണ്ടായിട്ട് പറഞ്ഞതല്ല. അള്ളാഹു ഹൃദയത്തിന്റെ അകത്ത് കയറിയപ്പോ കിട്ടിയ വല്ലാത്ത ഒരു ധൈര്യമാ. പടച്ചവനെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, മൂസാ നബി തന്റെ കയ്യിലിരുന്ന കമ്പ് താഴേക്കിട്ടപ്പത് പാമ്പാവുകയാണ്. അതാ ഫിർഔനിന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ മുഴുവനും പാമ്പുകൾ ആ വലിയ പാമ്പങ്ങ് വിഴുങ്ങുകയാണ്. അത് കണ്ടപ്പോ ഫിർഔനിന്റെ കൂടെ നിന്നവർക്ക് കാര്യം മനസ്സിലായി. അവര് മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുകയാണ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. ആ സമയത്ത് പടച്ചവനെ മുസ്ലിമായിട്ട് 40 കൊല്ലമായില്ല, 50 കൊല്ലമായില്ല, 60 കൊല്ലമായില്ല, ഒരു ദിവസമായില്ല. മൂസാ നബി തന്റെ കയ്യിലിരുന്ന കമ്പ് താഴെയിട്ടപ്പോൾ അത് പാമ്പായി. ആ പാമ്പ് മറ്റുള്ള പാമ്പുകളെ മുഴുവനും വിഴുങ്ങുകയാണ്. ഇത് കണ്ടപ്പോ മൂസ പ്രവാചകനാണെന്നവർ അംഗീകരിക്കുകയാണ്. ഫിർഔനിന്റെ കൂടെ നിന്നവര് മുസ്ലിമായി, ഫിർഔനിന്റെ കൂടെ നിന്നവര് മുസ്ലിമായി. അപ്പോഴാണ് ഫിർഔന് പറഞ്ഞത്, നിങ്ങളെ എല്ലാവരെയും ജീവനോടെ ഞാൻ മുറിച്ചെടുക്കും, നിങ്ങളുടെ കൈകാലുകൾ ഞാൻ മുറിച്ചെടുക്കും, ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. ഫിർഔനതാ പറയുമ്പോ മുസ്ലിമായി 8 മിനിറ്റുകളെ ആയുള്ളൂ, മുസ്ലിമായിട്ട് മിനിറ്റുകളെ ആയുള്ളൂ. കുറച്ചു നേരം മുമ്പ് വരെ ഫിർഔനിന്റെ കൂടെ നിന്നവരാണ്. അവൻ അല്ലാഹുവിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിനക്ക് ദുനിയാവിലല്ലേ ചെയ്യാൻ പറ്റൂ, കൂടി പോയാ നീ ഞങ്ങളെ കൊന്നുകളയും, ആഖിറത്തിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാണോ ഞാൻ പറഞ്ഞത്? അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് കയറി കഴിഞ്ഞ നമ്മുടെ ഭയം മാറുകയാ, നമ്മുടെ പേടി പോവുകയാ. പിന്നെ നമ്മൾ ലോകത്തൊരാളെയെ ഭയപ്പെടൂ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ അല്ലാതെ വേറെ ഒരു ശക്തിയെയും നമ്മൾ ഭയപ്പെടില്ല. അത് ഈമാൻ ഉറയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമാണ്. അതാണ് ഔലിയാക്കന്മാര്. അവർ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട രീതിയിൽ അവര് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അല്ലാഹു പറയുന്നു, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് അല്ലാഹുവല്ലാതെ വേറൊരു ശക്തിയെയും അവർക്ക് പേടിയില്ല. രണ്ടാമത്തെ യോഗ്യത എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാ, അവർക്ക് സങ്കടമില്ലടോ, അവർക്ക് നിരാശയില്ലടോ, അവർക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അവർക്ക് വേദനയില്ല, അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു പോയാലും എന്തൊക്കെ സംഭവിച്ചാലും അവർ അല്ലാഹുവിനെ കുറ്റപ്പെടുത്താറില്ല. അവർക്ക് സങ്കടമില്ല, അവർക്ക് നിരാശയില്ല. മുസ്ലിമേ, എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമല്ലേ, പടച്ച റബ്ബിന്റെ പരീക്ഷണമാണ്, എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ, രോഗം വന്നതിന്റെ പേരിൽ, സമ്പത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, മക്കൾ മരിച്ചു പോയതിന്റെ പേരിൽ, എന്തെങ്കിലും നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവർ അല്ലാഹുവിനെ കുറ്റം പറയൂല. അവർക്ക് സങ്കടമില്ല, അവർക്ക് നിരാശയില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവേ, നമുക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തന്നാ നമ്മൾ പറയുന്ന തഹജ്ജുദ് നിസ്കരിക്കുന്നവളായിരുന്നു, ഞാൻ ഏത് വഅദ് കേൾക്കാനും പോകുന്നവളായിരുന്നു, എത്രയോ സദഖ കൊടുത്തു, എത്രയോ ദുആ ചെയ്തു, എന്തെല്ലാം ചെയ്തിട്ടും അല്ലാഹു എനിക്കിത് തന്നല്ലോ. ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാ. ഔലിയാക്കന്മാരുടെ രണ്ടാമത്തെ പ്രത്യേകത, അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ അവർക്ക് നിരാശയോ സങ്കടവോ ഇല്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമുക്കോ നമ്മുടെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന തലവേദനയാണ്. ഇവിടെ നമുക്ക് ഇതുവരെ ഉറയ്ക്കാത്തൊരു കാര്യമുണ്ട്. 6 കാര്യങ്ങളിൽ വിശ്വസിച്ചാലേ ഒരാൾ വിശ്വാസിയാകൂ. ഈമാൻ കാര്യം 6 എണ്ണമാ. അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം, പ്രവാചകന്മാരിൽ വിശ്വസിക്കണം, ഖുർആനിൽ വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം. ഈ 5 കാര്യത്തിലും വിശ്വാസമുണ്ട്. ഈ പറഞ്ഞ 5 കാര്യത്തിലും വിശ്വാസമുണ്ട്. 6ാമത്തെ കാര്യത്തിൽ മാത്രം ഇത്തിരി പുറകോട്ട. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വൽഖദിരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഭാഗത്ത് അവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കണം. അവിടെ മാത്രം നമുക്ക് പറ്റിപ്പോയി. അവിടെയാണ് നമുക്ക് അവിശ്വാസം അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. നമ്മൾ പറയുക, പടച്ചോനെ ഞാൻ എല്ലാ മജ്ലിസിലും പോകും, മജ്ലിസിൻ നൂറിന് പോകും, ഉസ്താദന്മാരുടെ സ്വലാത്ത് മജ്ലിസ് എല്ലാത്തിനും ഞാൻ പോകും. പടച്ചോനെ എന്തിനു പോയാലും പടച്ചോൻ എന്നിട്ട് എനിക്കിത് വന്നല്ലോ എന്ന് പറയുന്നവർ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
ഉസ്താദ് എന്തേ ഉസ്താദെ എൻ്റെ രോഗം മാറാത്തെ, എന്തേ ഉസ്താദ് എൻ്റെ പ്രയാസം മാറാത്ത, നമ്മൾ ചോദിക്കുന്നല്ലോ. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ക്ഷമിക്കാൻ കഴിയണം, സഹിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമുക്കൊരു വിചാരമുണ്ട്, അള്ളാഹുവിനെന്തോ നമ്മളോട് വൈരാഗ്യം ഉള്ളത് കൊണ്ടാണ് അള്ളാഹ് നമ്മളിങ്ങനെ പരീക്ഷിക്കണേന്ന്. ഒരിക്കലും അങ്ങനെ പറയരുത്. അള്ളാഹ്ക്ക് എന്നോട് വൈരാഗ്യമുണ്ട്, അള്ളാഹ്ക്ക് ദേഷ്യമുണ്ട്, ഒന്നും പറയരുത്. അത് പോട്ടെ മോനെ, അതാണ് അള്ളാഹു അതിന് ആയുസ് അത്ര വിധിച്ചിട്ടുള്ളായിരുന്നു, അതുകൊണ്ട് അത് പൊട്ടിപ്പോയി. അത് തന്നെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, നമുക്ക് അള്ളാഹു സുബ്ഹാന നമ്മളോട് എന്തെങ്കിലും ദേഷ്യം അള്ളാഹിക്കുണ്ടോ? ഒന്നുമില്ല. എന്ത് വന്നാലും പറയണം അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സുഖമാണോ? സുഖമാണോ? പോയി, തുടക്കവേ പോയി. സുഖമാണോ? സുഖമാണോ? അതെങ്ങനെ വായും തുറന്നിരിക്കണേ? സുഖമാണെന്ന് വെച്ചാൽ എന്താ പറയണ്ടേ? സുഖമാണോ നല്ല പറഞ്ഞു പഠിക്കണ്ടേ? ആ അൽഹംദുലില്ലാ പറഞ്ഞു പഠിക്കണ്ടേ? എല്ലാവരുടെ നാവിൽ അത് വരൂല. ആ അൽഹംദുലില്ലാ പറയാൻ എല്ലാവരെ കൊണ്ടും കഴിയില്ല. അത് പറയണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അത് കഴിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരിക്കൽ നബിതങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി കയറി വന്നു. നബിതങ്ങൾ ചോദിച്ചു, യാ ഫുലാനെ, ചങ്ങാതി നിനക്ക് സുഖമാണോ? അൽഹംദുലില്ലാ ഖൈറ, സുഖമാണ് നബിയ, റാഹത്ത. അപ്പം നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമതൊരാൾ പള്ളിയിൽ കയറി വന്നു, ഓനോടും ചോദിച്ചു, സുഖമാണോ? ആ ഖൈർ, സുഖമാണ് നബി. അപ്പം നബിതങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പം ഈ സഹാബി ചോദിച്ചു, എനിക്ക് ദുആയില്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത്, എനിക്ക് ദുആയില്ലേ? അപ്പം നബിതങ്ങൾ പറഞ്ഞു, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിഗന റസൂലുള്ളാഹി. അപ്പൊ ഇനി പറ, സുഖമാണോ? അൽഹംദുലില്ലാ. അത് പഠിച്ചാൽ മതി, അത് പറഞ്ഞാൽ മതി. അത് പറയുന്നത് കൊണ്ട് ഒരുപാട് നേട്ടമുണ്ടോ. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പിന്നെ സങ്കടം, ദുഃഖം, രോഗം, പ്രശ്നം, അതൊക്കെ ജീവിതത്തിൽ അള്ളാഹു തരുന്നത് വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാണ്. സ്നേഹം കൂടിയാൽ അള്ളാഹു അങ്ങനെ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിപ്പിച്ചത് ശത്രുക്കളെ ആയിരുന്നില്ല, 1,24,000 പരം വരുന്ന പ്രവാചകന്മാരെയാ. ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയാ. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കാണ്. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇഷ്ടമില്ലാഞ്ഞിട്ട ജനിക്കുന്നതിന് മുമ്പ് വാപ്പ മരിച്ചില്ലേ? കണ്ടു കൊതിതിരുന്നതിന് മുമ്പും മരിച്ചില്ലേ? എത്ര പട്ടിണി കിടന്നു, എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചു, എത്ര മക്കളുടെ മയ്യത്ത് കബറടക്കി നബിതങ്ങൾ, എന്തെല്ലാം ത്യാഗങ്ങൾ. എടോ സ്നേഹം കൂടിയ അള്ളാഹ് അങ്ങനെ ഇത്തിരി കണ്ണുനീര് കുടിപ്പിക്കും, ഒന്നിങ്ങനെ വേദനിപ്പിക്കും, എന്നിട്ട് കെട്ടി അങ്ങോട്ട് പിടിക്കും. അള്ളാഹു അഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു അഭാഗ്യം തരുമാറാകട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായി വരുന്നതാണ്. അസ്സലാമു അലൈക്കും.